ശുക്ലാംബരധരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേൽ സർവവിഘ്നോപശാന്തയേ സച്ചിദാനന്ദരൂപായ വിശ്വോൽപത്യാദിഹേതവേ താപത്രയ വിനാശായ ശ്രീകൃഷ്ണായ വയം നുമഃ. കാത്യായനി മഹാമായേ മഹായോഗിന്യധീശ്വരി നന്ദഗോപസുതം ദേവി പതിം മേ കുരുതേ നമഃ. സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്ര്യംബകേ ഗൗരീ നാരായണി നമോസ്തുതേ. ശിവം ശിവകരം ശാന്തം ശിവാത്മാനം ശിവോത്തമം ശിവമാർഗപ്രണേതാരം പ്രണതോസ്മി സദാശിവം. കാളി കാളി മഹാകാളി ഭദ്രകാളി നമോസ്തുതേ. കുലഞ്ച കുലധർമ്മം ച മാം ച പാലയ പാലയ. കോമളം കൂജയൻ വേണും ശ്യാമളോയം കുമാരക. വേദവേദ്യം പരം ബ്രഹ്മ ഭാസതാം പുരതോ മമ. ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാപര. രക്ഷ രക്ഷ മഹാബാഹോ ശാസ്ത്രേ തുഭ്യം നമോ നമഃ. നമോസ്തുതേ മഹായോഗിൻ പ്രപന്നമനുഷാധിമാം യഥാ ത്വച്ചരണാം ഭോജേ സ്യാദനപായിനി. വന്ദേ നന്ദവ്രജസ്ത്രീണാം ആദരേണുമഭീക്ഷ്ണശ. യാസാം ഹരികഥോൽഗീതം പുനാദിവനത്രയം. ഗുരോ ശ്രീ ഗുരുവായൂരപ്പ ശരണം. ശരണം. കൃഷ്ണം നാരായണം വന്ദേ കൃഷ്ണം വന്ദേ വ്രജപ്രിയം. കൃഷ്ണം ദ്വൈപായനം വന്ദേ കൃഷ്ണം വന്ദേ പ്രഭാസുതം. സച്ചിദാനന്ദരൂപായ വിശ്വോൽപത്യാദിഹേതവേ താപത്രയ വിനാശായ ശ്രീകൃഷ്ണായ വയം നുമഃ. യം പ്രൗരജന്തമനുപേതമപേതകൃത്യം ദ്വൈപായനോ വിരഹകാതര ആജുഹാവ. പുത്രേതി തന്മയതയാതരവോഭിനേതു തം സർവഭൂതഹൃദയം മുനിം ആനതോസ്മി. അസാരേ സംസാരേ വിഷയവിഷസംഗ ആകുലധിയ. ക്ഷണാർത്ഥം ക്ഷേമാർത്ഥം പിബത ശുകഗാഥാതുലസുധാം. കിമർത്ഥം വ്യർത്ഥം ഭോ വ്രജത കുപഥേ കുൽസിതകഥേ. പരീക്ഷിൽ സാക്ഷി യശ്രവണഗത മുക്തി കഥനേ. ഈ ശ്ലോകത്തിന്റെ അർത്ഥം ഇതിലെഴുതിയ വരി തന്നെ ഞാൻ വായിക്കാം. സാരശൂന്യമായ ഈ സംസാരത്തിൽ ഇന്ദ്രിയ തൃഷ്ണയാകുന്ന വിഷം ബാധിച്ച ബുദ്ധിയോടുകൂടിയ ജനങ്ങളെ
നിങ്ങളുടെ ക്ഷേമത്തിനു വേണ്ടി ഭാഗവതം വായിക്കുവിൻ. ഈ ഭാഗവതം ശുഗമുനി പാടിയ അതുല്യമായ അമൃതമാണ്. നിങ്ങൾ ആ അമൃതം വീണ്ടും വീണ്ടും കാതിലൂടെ പാനം ചെയ്യുവിൻ. അല്ലയോ മനുഷ്യരെ, കുൽസിത കഥകളുടെ തെറ്റായ മാർഗത്തിൽ നിങ്ങൾ എന്തിനാണ് വെറുതെ ഇങ്ങനെ സഞ്ചരിക്കുന്നത്? അതുകൊണ്ടൊരു പ്രയോജനവും ഉണ്ടാകാനില്ലല്ലോ. ഭാഗവതമാകുന്ന അമൃതം പാനം ചെയ്യുന്നത് കൊണ്ടും അതിലെ കഥകൾ അനുഗാനം ചെയ്യുന്നത് കൊണ്ടും നിങ്ങൾക്ക് മുക്തി ലഭിക്കുമെന്നു തീർച്ച. ഇതിന് പരീക്ഷിത്ത മഹാരാജാവ് അനുഭവസ്ഥനാണ്. ഗുരുവായൂർ ദേവസ്വം പ്രസിദ്ധീകരിക്കുന്ന ശ്രീമദ് ഭാഗവത സംസ്കൃത മൂലപുസ്തകമാണത്. അതിൽ ഭാഗവതത്തിന്റെ ആ ഒരു സന്ദേശം, ഭാഗവത മഹാത്മ്യത്തിൽ തന്നെയുള്ള ഒരു ശ്ലോകമാണത്. അസാരേ സംസാരേ വിഷയ വിഷസംഗ ആകുലധിയ. ഈ സംസാരത്തിൽ, ഈ ലോകത്തിൽ വിഷയ വിഷസംഗ ആകുലധിയ, വിഷയങ്ങളാകുന്ന വിഷം ബാധിച്ച മനസ്സിനെ വീണ്ടും വീണ്ടും ടെൻഷൻ അടിപ്പിക്കുന്ന ഓരോ കഥകളുടെ പിന്നാലെ പോയിട്ട് നിങ്ങൾ എന്തിനാണ് വീണ്ടും വീണ്ടും ഈ ടെൻഷൻ വർദ്ധിപ്പിക്കുന്നത്? സാരേ സംസാരേ വിഷയ വിഷസംഗ ആകുലധിയ ക്ഷണാർത്ഥം ക്ഷേമാർത്ഥം പിബത. ക്ഷണനേരം ക്ഷേമത്തിന്റെ മാർഗമായ ഈ ഭാഗവതത്തെ ആസ്വദിക്കുവിൻ. ക്ഷണാർത്ഥം ക്ഷേമാർത്ഥം പിബത ശുഖഗാഥാതുലസുധാം. വേദവ്യാസപുത്രനായ ശ്രീ ശുക മഹർഷി ഗംഗാതീരത്തിരുന്ന ഭാരത ചക്രവർത്തിയായിരുന്ന പരീക്ഷിത്തിനെ പാടിക്കേൾപ്പിച്ചതായ ആ ഭാഗവതം ക്ഷണനേരമെങ്കിലും കേൾക്കൂ. പരീക്ഷിത്ത് 7 ദിവസം ഭാഗവത കഥകൾ കേട്ട് മരണ ഭയത്തെ തരണം ചെയ്തു. കാലമാണ് നമ്മളെല്ലാം പിടികൂടിയ ഏറ്റവും വലിയ ഭീകരൻ. ആ ഭീകരനെ പോലും നമുക്ക് ജയിക്കാൻ സാധിക്കണോ? ഈ ഭാഗവത ശ്രവണം ഒന്നുകൊണ്ട് മാത്രം. ഭാഗവത മഹാത്മ്യത്തിലെ ഒരു ശ്ലോകമാണ് ഇത്. ഭാഗവത മഹാത്മ്യം, അതായത് ഭാഗവതത്തിന്റെ മഹത്വം. എന്താണ് ഭാഗവതം എന്നതിനെ കുറിച്ചുള്ള വിവരണം. അത് ഭാഗവതത്തിലുള്ള ഭാഗമല്ല. വേദവ്യാസൻ ഭാഗവതം എഴുതുന്നതിന് മുൻപ് എഴുതിയ മറ്റൊരു പുരാണമാണ് പത്മപുരാണം. ആ പത്മപുരാണത്തിലെ ഉത്തരഖണ്ഡത്തിൽ, പത്മപുരാണം എന്നുള്ള ആ ടെക്സ്റ്റിലെ ഏകദേശം പകുതിയാവുമ്പോൾ ഉള്ള ഒരു ലെസനാണ് ഈ ഭാഗവത മഹാത്മ്യം. അങ്ങനെ ഒരു ഭാഗവത മഹാത്മ്യം വേദവ്യാസൻ എഴുതാൻ കാരണമുണ്ട്. ഭാഗവതം എഴുതി കഴിഞ്ഞപ്പോൾ പരീക്ഷത്തിനെ ശ്രീ ശുക മഹർഷി അത് ഗംഗാതീരത്തിരുന്ന് പാടി കേൾപ്പിച്ചപ്പോൾ പിന്നീട് പലരും ഭാഗവത ആസ്വാദകരായിട്ട് മാറിക്കൊണ്ടിരുന്നു. അത് കേൾക്കാൻ ഇടവന്നവരെല്ലാം വീണ്ടും വീണ്ടും കേൾക്കാനായിട്ട് ആഗ്രഹിച്ചു. അത്തരത്തിൽ നാരദ മഹർഷി നടത്തിയ ഒരു ഭാഗവത സത്സംഗം അഥവാ ഭാഗവത സപ്താഹം. ആ സപ്താഹത്തിന്റെ ആചാര്യന്മാർ നാരദന്റെ തന്നെ ഏട്ടന്മാരായ സനകാദികളായിരുന്നു. ബ്രഹ്മാവിന്റെ മാനസപുത്രന്മാരാണ്. ബ്രഹ്മാവിന്റെ സൃഷ്ടിയുടെ ആരംഭഘട്ടത്തിലുണ്ടായ